ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ചിന്നുവിനെ കണ്ടിട്ട് മഞ്ജു പറയുകയാണ്, ഒരു കാരണവശാലും മോളെ സഹായിച്ചത് ഞാനാണെന്ന് അമ്മയോട് പറയരുത്, അത് വലിയ പ്രശ്നമാവും, മോൾ എന്നെ ചതിക്കരുത് എന്ന് പറഞ്ഞ മഞ്ജു ചിന്നുവിനെയും കൊണ്ട് റൂമിനുള്ളിലേക്ക് പോവുകയാണ്. നീ ഇവിടെ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് മഞ്ജു പുറത്തേക്ക് വന്നിട്ട് അർച്ചനയോട് ചോദിക്കുകയാണ്, അബദ്ധമൊന്നും സംഭവിച്ചില്ലല്ലോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ഇത്രയൊന്നും സംഭവിച്ചതുപോലെ ഓർക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യും കാലും വിറയ്ക്കുക. കാട്ടിനുള്ളിലൊരു കുഴിയിൽ കിടക്കുകയായിരുന്നു അവൾ. ആ സമയത്ത് എന്തോ എനിക്കൊരു ധൈര്യം കിട്ടി. അതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ കയ്യും കാലും വിറയ്ക്കുക. കാലിലൊരു മുള്ളു പോലും കൊള്ളാതെ ചേർത്ത് പിടിച്ചിരിക്കുക ഞാൻ അവളെ. എന്നിട്ട് അവൾ ആരുടെ കൂടെ പോയിരിക്കണോ കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ. ഞാൻ കൊണ്ടുപോകുമായിരുന്നല്ലോ അവളെ തൊഴാൻ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം പോകാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവളോട്. അർച്ചനയുടെയും മഞ്ജുവിൻ്റെയും സംസാരം കേട്ട് മുകുന്ദനും രമ്യയും കൂടിയും വരികയാണ്. രമ്യ പറയുകയാണ്, ചേച്ചി അവൾക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറയുകയാണ്, ഇതെനിക്കൊരു അബദ്ധമായി കാണാൻ പറ്റില്ല രമ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുകുന്ദൻ പറയുകയാണ്, ചന്ദ്രയ്ക്കെതിരെയും വിജയശങ്കറിനെതിരെയും നമ്മൾ കേസ് കൊടുക്കണം ചേച്ചി എന്ന് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അതൊന്നും വേണ്ട, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം, അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് അവരോട് പറയുകയാണ്. അതിനുശേഷം മഞ്ജു പറയുകയാണ്, ഭാഗ്യം ചിന്നു പോയതിൽ ആർക്കും എന്നെ ഒരു സംശയമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുകയാണ്. പിന്നീട് വിജയശങ്കറിനെ കാണിക്കണം. വിജയശങ്കർ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും അർച്ചന പറഞ്ഞതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ചിന്നുവിനെ കാണാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമാണ് വിജയശങ്കറിന് അർച്ചനയോട്. അവിടേക്ക് ആര്യ വരുന്നത്. ആര്യ വിജയശങ്കറിനോട് പറയണം, അച്ഛ എനിക്ക് PT മീറ്റിംഗ് ഉണ്ട്, അച്ഛൻ വരണമെന്ന് പറയുമ്പോൾ വിജയശങ്കർ പറയണേ, ഇല്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണം. ആര്യ അപ്പോൾ ഷാഠ്യം പിടിക്കുകയാണ് വരണമെന്ന് പറഞ്ഞിട്ട്. വിജയശങ്കർ ആണെങ്കിൽ ആര്യയോട് ദേഷ്യപ്പെടുകയാണ്, നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, എനിക്ക് വരാൻ പറ്റില്ല, അന്ന് എനിക്ക് കോടതിയിൽ കേസുണ്ടെന്ന് പറയണം. അപ്പോൾ ആര്യ പറയണം, അത് ജൂനിയേഴ്സിനെ ഏൽപ്പിക്കുക, എല്ലാ പ്രാവശ്യവും അച്ഛനാണല്ലോ എൻ്റെ കൂടെ വരുന്നത്, ഇതിനും അച്ഛൻ തന്നെ കൂടെ വരണമെന്ന് പറയുമ്പോൾ വിജയശങ്കർ ആര്യനോട് ഷൗട്ട് ചെയ്യുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നത്. അപ്പോൾ ചന്ദ്ര പറയാണ്, ഞാനെല്ലാം കേട്ടു മോളെ, അച്ഛൻ എന്തായാലും മീറ്റിങ്ങിന് വരുമെന്ന് പറഞ്ഞിട്ട് ആര്യനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. പിന്നീട് ചന്ദ്ര വിജയശങ്കറിനോട് പറയുകയാണ്, അങ്ങാടി തോറ്റതിന് അമ്മയോട് അർച്ചനയോട് തോറ്റതിന് നിങ്ങൾ എന്തിനാണ് എൻ്റെ മോളോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയാണ്, ആര്യ നിൻ്റെ മാത്രം മോളല്ല എൻ്റെയും കൂടിയാണെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ്, എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്, ആര്യ എൻ്റെ മാത്രം മോളാണെന്ന് എനിക്ക് തോന്നുന്നത്. വിജയേട്ടൻ എപ്പോഴും എന്തിനാ ആര്യയോട് ദേഷ്യപ്പെടുന്നത്, ചിന്നുവിനോട് ആ ദേഷ്യമൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയണേ, നീ തന്നെയല്ലേ ചിന്നുവിനോട് നല്ല അടുപ്പത്തോടുകൂടി സംസാരിക്കണമെന്ന് പറഞ്ഞത് എന്ന് വിജയശങ്കർ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുകയാണ്, ഇതിപ്പോൾ എന്താണ്, ഞാൻ അർച്ചനയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത്. ചിന്നുവിനോട് സ്നേഹം കൂടി ഇപ്പോൾ അമ്മയോടും ആ സ്നേഹം കൂടി വരുവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ചന്ദ്ര പറയുകയാണ്. ഇത് കേൾക്കുന്ന വിജയശങ്കറിന് ദേഷ്യം വരികയാണ്. ചന്ദ്രയോട് പറയുകയാണ്, അർച്ചന എനിക്ക് എന്നും ശത്രു തന്നെയാണ്, അന്നും ഇന്ന് എപ്പോഴും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വിജയശങ്കർ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ചന്ദ്ര മനസ്സിൽ സന്തോഷത്തോടെ വിചാരിക്കുകയാണ്, എനിക്കിതാണ് വേണ്ടത്, എന്നും അർച്ചന നിങ്ങളുടെ ശത്രുവായിട്ട് തന്നെ വേണം, അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു പറയുകയാണ്. അതിനുശേഷം രാത്രി ഉറങ്ങുന്ന സമയത്ത് ചിന്നു ഞെട്ടി ഉണരുകയാണ്. കാട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ് ചിന്നു കിടക്കുന്നത്. ഞെട്ടി ഉണരുമ്പോൾ പെട്ടെന്ന് അർച്ചന എഴുന്നേൽക്കുന്നുണ്ട്. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുകയാണ്, കാട്ടിൽ ആരും ഉണ്ടെന്ന് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഇത് കാടല്ല മോളെ, വീടാണ്, എഴുന്നേൽക്കുക, നീ വാ എന്ന് പറഞ്ഞിട്ട് പൂജാ റൂമിൻ്റെ അവിടെ പോയിട്ട് ചിന്നുവിന് ഭസ്മം തൊട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് എല്ലാവരും കൂടി വരികയാണ്. എല്ലാവരും കൂടി ചിന്നുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഒന്നുമില്ല മോളെ, നിനക്കിനി ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അർച്ചന അതിനുശേഷം പുറത്തു പോയി ഇരിക്കുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ ചിന്നു വരുന്നുണ്ട്. ചിന്നു വന്നിട്ട് അർച്ചനയോട് ചോദിക്കുകയാണ്, അമ്മ എന്താ എന്നോട് മിണ്ടാത്തത്, അമ്മ എന്നോട് മിണ്ടാതിരിക്കരുത്, എനിക്കത് സഹിക്കില്ല എന്ന് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ആര് പറഞ്ഞു ഞാൻ മിണ്ടാതിരിക്കണമെന്ന്, എനിക്ക് മോളോട് ഒരു ദേഷ്യമില്ല, വിഷമം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്.
ചിന്നു കരയുമ്പോൾ അർച്ചന ചിന്നുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, സങ്കടപ്പെടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് രമ്യയും മഞ്ജുവും കൂടി വന്നിട്ട് ചിന്നുവിനെ വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോവുകയാണ്. അനന്തും മുകുന്ദനും അച്ചുവും കൂടി വന്നിട്ട് അർച്ചനയോട് നമുക്ക് ഇതിനോ പകരം വീട്ടണം ചേച്ചി, ചന്ദ്രകാന്തത്തിൽ ഇപ്പം തന്നെ പോയി അവരോട് ചോദിക്കണം എന്നൊക്കെ പറയുമ്പോൾ അർച്ചന പറയണ അതൊന്നും വേണ്ട എന്ന് പറയണ. അതിനുശേഷം അർച്ചന തൻ്റെ സംശയം അവരോട് പറയുകയാണ്, ആരുടെയെങ്കിലും സപ്പോർട്ടില്ലാതെ ചിന്നു ഇവിടെ നിന്ന് പോകാൻ ഒരു ചാൻസും ഇല്ല, എനിക്കെന്തോ ഒരു സംശയമുണ്ട്, ആരും അവളെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അതിനുശേഷം വിജയ് ശങ്കർ കോടതിൻ്റെ കേസൊക്കെ മറ്റുള്ളവരുമായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ചന്ദ്ര വരികയാണ്. ചന്ദ്ര വിജയ് ശങ്കറിനോട് ചോദിക്കുകയാണ്, ആര് വിളിച്ച് ചിന്നുവിനെയാണെന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ ദേഷ്യത്തോട് പറയണം, അല്ല അർച്ചനയാണ് വിളിച്ചത്, സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നോക്കുമെന്ന് പറയണം. അപ്പോൾ ചന്ദ്ര പറയണ ഇല്ല വേണ്ട എന്ന് പറയുന്നു. ശേഷം ചന്ദ്ര പറയുകയാണ്, വിജയേട്ടൻ ചിന്നുവിനെ ഒന്ന് വിളിക്കണം, അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുകയാണ്, സംശയം ഇപ്പോൾ ചിന്നുവിനല്ല എനിക്കെന്ന് പറയണു. ചന്ദ്ര കരഞ്ഞുകൊണ്ട് പറയണം, അല്ലെങ്കിലും ഇങ്ങനെ തന്നെ വരുള്ളൂ, ഇത് എനിക്കറിയായിരുന്നു, എന്നെ തന്നെ എല്ലാവരും സംശയിക്കുള്ളൂ, രുദ്രാമൂർത്തിയുടെ അടുത്ത് ഞാനാണല്ലോ അവളെ വിളക്ക് കൊളുത്താൻ കൊണ്ടുപോയത്. ചന്ദ്ര കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിജയ് ശങ്കറിന് തോന്നുകയാണ് ഇവളല്ല ഇതൊന്നും ചെയ്തെന്നുള്ള കുറ്റബോധം വരികയാണ്. പിന്നീട് ചന്ദ്ര പറയുകയാണ്, ഞാൻ ചിന്നുവിനെ വിളിക്കണമെന്ന് പറഞ്ഞത് ചിന്നുവിനെ കാണാൻ വിജയേട്ടൻ ഹോസ്പിറ്റലിൽ പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല, വിജയേട്ടൻ അവളെ കാണാൻ അവിടെ വന്നിരുന്നു എന്ന് ചിന്നു അറിയണമെന്ന് ചന്ദ്ര പറയുകയാണ് വിജയ് ശങ്കറിനോട്. അപ്പോൾ വിജയ് ശങ്കർ പറയണേ, എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാറ്റിയെടുത്തോളും, ചിന്നുവിനെ ഞാൻ കാണരുതെന്ന് പറയാൻ അർച്ചന ആരാണ്, ഞാൻ എന്തായാലും ചിന്നുവിനെ കാണും, വേണ്ടി വന്ന ചിന്നുവിനെ ഞാൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയണം. ഇത് കേട്ടുകൊണ്ടാണ് രുക്കു വരുന്നത്. ഇതെല്ലാം കേട്ടതിന് ശേഷം രുക്കു വിമലയോട് പോയിട്ട് പറയുകയാണ്, ഏട്ടൻ എന്താ ഇങ്ങനെ ചിന്നുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അർച്ചന ചേച്ചിക്ക് ആരോ ഉള്ളത്, അർച്ചന ചേച്ചിക്ക് ചിന്നു മാത്രമല്ലേ ഉള്ളൂ, ഏട്ടനാണെങ്കിൽ ഇവിടെ വേറെ 2 കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ വിമല പറയുകയാണ്, അതെല്ലാം നമ്മൾ എന്തിനാണ് നോക്കുന്നത്, എല്ലാം അവരുടെ ഫാമിലി മാറ്ററാണെന്ന് പറയുകയാണ്. കുനോട് പിന്നെയും വിമല പറയുകയാണ്, ഇതെല്ലാം അനന്തും അർച്ചനയും ക്ഷമിച്ചൊന്നുമായിരിക്കും, എന്നാൽ അച്ചു മുകുന്ദനും ഇതൊന്നും ക്ഷമിക്കില്ല, വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ അച്ചു മുകുന്ദനും ചന്ദ്രകാന്തത്തേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുകയാണ്. ചന്ദ്രകാന്തത്തേക്ക് അച്ചു ആണ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും വെറുതെ പോകില്ല, ഇങ്ങ് വരട്ടെ എന്ന് രുക്കു പറയുകയാണ് വിമലയോട്. അതിനുശേഷം അർച്ചന ഉറക്കമൊഴിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ചിന്നു വരികയാണ്. അമ്മ എന്താ ഇനിയും കിടക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയണ്, ഒന്നുമില്ല മോളെ, നിൻ്റെ മാമന്മാർ ചിലപ്പോൾ രാത്രി ചന്ദ്രകാന്തത്തേക്ക് പകരം ചോദിക്കാൻ വേണ്ടി പോവും, എനിക്കെന്തോ പേടിയാവുന്നെന്ന് പറയുമ്പോൾ ചിന്നു പറയണേ, ഇല്ല അമ്മേ, അവരെന്തായാലും പോവില്ല എന്ന് ഉറപ്പ് പറയണ്. അമ്മ എന്തായാലും അവർ പോയി നോക്കുമെന്ന് പറഞ്ഞിട്ട് അർച്ചന അച്ചുവിനെ നോക്കാൻ വേണ്ടി പോകുമ്പോൾ അച്ചു നല്ല ഉറക്കത്തിലാണ്, ഇവരെല്ലാം ഉറക്കത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് അർച്ചന ഉറങ്ങാനായിട്ട് റൂമിലേക്ക് പോവുകയാണ്. എന്നാൽ അർച്ചന റൂമിലേക്ക് പോയതും അനന്തും മുകുന്ദനും അച്ചുവും കൂടിയിട്ട് ചന്ദ്രകാന്തത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്നതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.